നമ്മളിന്ന് കഴിഞ്ഞ ദിവസം പഠിച്ച അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ ബാക്കിയാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞു, അതേപോലെ തന്നെ മണി മെഷർമെൻറ്റ് പ്രിൻസിപ്പിൾ, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ്, കോസ്റ്റ് കൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്റ്റ്, റവന്യൂ റെക്കഗ്നിഷൻ, മാച്ചിങ് പ്രിൻസിപ്പിൾ, ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത്. അപ്പം ഓരോ പ്രിൻസിപ്പിളായിട്ട് നമുക്ക് ഒന്നുകൂടി വെറുതെ ഒന്ന് പറഞ്ഞു പോവാം, ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സും ബിസിനസ്സിന് ഓണറും സെപ്പറേറ്റ് ആണെന്നുള്ളതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൽ പറയുന്നത്. ബിസിനസ്സിന് ഓണറും സെപ്പറേറ്റ് ആണ്, അവർ തമ്മിലുള്ള ഇടപാടുകളെല്ലാം തന്നെ ഒരു ക്രെഡിറ്റർ ആയിട്ട് കണക്കാക്കണം. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഒരു ഡെറ്റർ ക്രെഡിറ്റർ ഇടപാടാണ് ഉള്ളത്. അല്ലാതെ ബിസിനസ്സിന് ഓണറും ബിസിനസ്സും ഒരാളല്ല എന്നുള്ളതാണ് നമ്മൾ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. മണി മെഷർമെന്റ് കൺസെപ്റ്റാണ് രണ്ടാമത്തത്. മണി മെഷർമെന്റ് കൺസെപ്റ്റ് പ്രകാരം പണപരമായി അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ എന്നതാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് പറയുന്നത്. പണപരമായി അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. മൂന്നാമത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റാണ്. ഗോയിങ് കൺസേൺ അത് ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ എ ലോങ് ടൈം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകമായി പറയുന്നത്. സമീപ ഭാവിയിലൊന്നും തന്നെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. വിൽ go on for a long time. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരം പറയാം. അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് ആണ് പിന്നീട് പറഞ്ഞത്. അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ ഓപ്പറേറ്റിംഗ് റിസൾട്ടും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷനും അറിയാൻ വേണ്ടിയിട്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും ബിസിനസിന്റെ കണക്കുകളെല്ലാം തന്നെ നമ്മൾ നോക്കേണ്ടതാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എത്രയാണുള്ളതും അതേപോലെ തന്നെ എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ട് എത്രമാത്രം ലോസ് ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് ക്ലിയർ ആയിട്ടൊരു പിക്ചർ കിട്ടും എന്നുള്ളതാണ് ഇതിൽ പ്രത്യേകമായിട്ട് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. അഞ്ചാമത്തെ കോസ്റ്റ് കൺസെപ്റ്റ് ആണ്. കോസ്റ്റ് കൺസെപ്റ്റിൽ നമ്മൾ പ്രത്യേകം പറയുന്നത് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങുകയാണെങ്കിൽ ആ ഫിക്സഡ് അസറ്റിന്റെ കോസ്റ്റ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അക്വയർ ചെയ്യുന്ന കോസ്റ്റ്, അതായത് വാങ്ങുമ്പോൾ എത്ര വിലയായി എന്നും അതാണ് പർച്ചേസ് ചെയ്ത സമയത്ത് ആ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്ത സമയത്ത് നമുക്ക് എത്ര കോസ്റ്റ് ആയി അതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അല്ലാതെ അതിന്റെ മാർക്കറ്റ് പ്രൈസ് ഇപ്പം നമുക്ക് അത് വിറ്റ് കഴിഞ്ഞാൽ എത്ര കിട്ടും എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. അതിന് പകരമായിട്ട് അതിന്റെ കോസ്റ്റ്, അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര കോസ്റ്റ് ആയി എന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ് അതിൽ കോസ്റ്റ് കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. അതാമത്തെ ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിളാണ്. ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഡ്യുവൽ ആസ്പെക്ട് എന്ന് പറയും. അത് പ്രകാരം എല്ലാ ട്രാൻസാക്ഷനും പണപരമായി അളക്കാൻ പറ്റുന്ന എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ റെക്കോർഡ് ചെയ്യും. അങ്ങനെ എല്ലാ ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്ട് ഉണ്ടെന്നുള്ളതാണ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് പറയുന്നത്. ഒന്ന് ഒരു റിസീവിംഗ് ആസ്പെക്റ്റും ഒന്ന് ഗീവിംഗ് ആസ്പെക്റ്റും. അങ്ങനെ രണ്ട് ആസ്പെക്റ്റ് ആയിട്ട് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. ഒരു ഗീവിംഗ് ആസ്പെക്റ്റും അതേപോലെ തന്നെ ഒരു റിസീവിംഗ് ആസ്പെക്ട്. അങ്ങനെ രണ്ട് ആസ്പെക്റ്റ് ആയിട്ട് ഇവിടെ നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു മിഷനറി വാങ്ങുന്ന സമയത്ത് ഒരു മിഷനറി നമുക്ക് റിസീവ് ചെയ്യുന്നതിന് റിസീവിംഗ് ആസ്പെക്റ്റും അതിന് പകരമായി നമ്മൾ പൈസ കൊടുക്കുന്നു, അപ്പോൾ അത് ഗീവിംഗ് ആസ്പെക്ട്. അങ്ങനെ രണ്ട് ആസ്പെക്ട് അവിടെ ഉണ്ട്. ഡെബിറ്റ് ആസ്പെക്റ്റും ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത റവന്യൂ റെക്കഗ്നീഷൻ കൺസെപ്റ്റ് ആണ്. റവന്യൂ റെക്കഗ്നീഷൻ കൺസെപ്റ്റ് അല്ലെങ്കിൽ റിയലൈസേഷൻ കൺസെപ്റ്റ്. അത് പ്രകാരം നമുക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ പോലും നമ്മുടെ ഓണർഷിപ്പ്, ആ പ്രൊഡക്റ്റിന്റെ ഓണർഷിപ്പ് നമ്മുടെ കയ്യിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ നമ്മുടെ കയ്യിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് അതിന്റെ ഓണർഷിപ്പ് പോയിട്ടുണ്ടെങ്കിൽ ആ സമയം അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. അതിന്റെ പൈസ നമുക്ക് കിട്ടിയില്ലെങ്കിലും നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അത് നോക്കേണ്ട ആവശ്യമില്ല. അതിന്റെ പൊസഷൻ, ആ പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ആ ഫിക്സഡ് അസറ്റിന്റെ പൊസഷൻ നമ്മുടെ കയ്യിലാണ്. നമ്മുടെ കയ്യിലാണ് അതിന്റെ ഓണർഷിപ്പ്, അല്ലെങ്കിൽ നമ്മുടെ കൈവശത്തേക്ക് ആ സാധനം എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് റെക്കോർഡ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് അത് റെക്കോർഡ് ചെയ്യണം. കാരണം അത് ഈ ഡിസംബർ മാസത്തിലെ പൈസയാണ്, പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അത് കൊടുക്കാനുള്ള പൈസയാണ്. അതുകൊണ്ട് തന്നെ അത് റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ് റവന്യൂ റെക്കഗ്നീഷൻ പ്രിൻസിപ്പിൾ. റവന്യൂ എപ്പോഴാണ് അറൈസ് ചെയ്യുന്നത്, എപ്പോഴാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ എക്സ്പെൻസ് വരുന്നത്, ആ സമയത്ത് ഇത് റെക്കോർഡ് ചെയ്യണം. അല്ലാതെ അത് പൈസ കൊടുക്കുന്ന സമയത്തല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് എല്ലാം തന്നെയുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. ഒരു 10ാമത്തെ ചാപ്റ്ററൊക്കെ ആകുമ്പോഴേക്കും അതിനെക്കുറിച്ച് കൂടുതൽ പ്രോബ്ലംസ് പഠിക്കും, ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ്. അടുത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇത്രയും പ്രിൻസിപ്പിൾ പറഞ്ഞെങ്കിലും ആരും ഡൗട്ടൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കുന്നത്.
മനസ്സിലാക്കുന്നത്. അടുത്തത് മാച്ചിങ് പ്രിൻസിപ്പിളാണ്. മാച്ചിങ് പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ ഒരു വർഷത്തെ ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള ഒരു പീരീഡിലെ കണക്കാണ് എടുക്കുന്നതെങ്കിൽ, ഇൻകംസ് ആണ് എടുക്കുന്നതെങ്കിൽ അതേ പീരീഡിൽ തന്നെ എക്സ്പെൻസ് എടുക്കേണ്ടതാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടിയോ അല്ലെങ്കിൽ കൊടുത്തോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കാലയളവിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പെൻസ് നമുക്ക് കൊടുക്കാനുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടാനുണ്ടോ, ആ കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതായത് ഒരു സാലറി കൊടുക്കാൻ, ഡിസംബറിലെ സാലറി നമ്മൾ ജനുവരിയിലാണ് കൊടുക്കുന്നത്, പക്ഷെ നമുക്ക് കണക്ക് ക്ലോസ് ചെയ്യുന്നത് ഡിസംബർ 31-നാണ്. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യും, ജനുവരിയിലാണ് പൈസ കൊടുക്കുന്നതെങ്കിലും ഡിസംബറിലെ ശമ്പളം ആയതുകൊണ്ട് അത് നമ്മൾ ഡിസംബറിലെ കണക്കിൽ എഴുതേണ്ടതാണ്. അതാണ് ഇവിടെ റവന്യൂ അല്ലെങ്കിൽ മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരം പറയാം. അതുപോലെ തന്നെ നമുക്ക് റെന്റ്, ഒരു വാടകയ്ക്ക് ഒരു ബിൽഡിംഗ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ റെന്റ് ഈ മാസം ഡിസംബർ മാസത്തെ വാടക നമുക്ക് കിട്ടുന്നത് ജനുവരി മാസമാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, പൈസ കിട്ടുന്നത് ജനുവരിയിലാണെങ്കിൽ പോലും നമ്മൾ ഡിസംബറിലെ റെന്റ് ആയതുകൊണ്ട് നമ്മൾ ഡിസംബറിൽ തന്നെ എഴുതണം എന്നാണ് പറയുന്നത്. അപ്പം മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരം ഏത് കാലയളവിലെയാണോ റവന്യൂ നമ്മൾ എടുക്കുന്നത് ആ കാലയളവിലെ തന്നെ എക്സ്പെൻസും ആയിട്ട് വേണം ഇത് കമ്പയർ ചെയ്യാനുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഇനി പ്രധാനപ്പെട്ട കുറച്ച് പ്രിൻസിപ്പിൾസും കൂടിയിട്ട് 9ാമത്തത് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിളാണ്. ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യുന്നതാണ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ പറയുന്നത്. അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെന്റ്സ് മസ്റ്റ് ബി പ്രിപ്പയർഡ് ഓണസ്റ്റ്ലി ആൻഡ് ഷുഡ് കണ്ടെയ്ൻ ഓൾ റെലവന്റ് material information and their accompanying footnotes regarding the financial position of the business. അപ്പം നമ്മുടെ അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെന്റ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് നമ്മുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് നമ്മുടെ അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഈ അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഓണസ്റ്റ്ലി വളരെ സത്യസന്ധമായിട്ടായിരിക്കണം എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ റെലവന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള എല്ലാ ഫാക്റ്റും ഇൻഫർമേഷനും അതിൽ എഴുതിയിരിക്കണം. അതായത് പണപരമായ എല്ലാ ഇടപാടുകളും, ചെറിയ കാര്യങ്ങൾ അടക്കം എല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യണം. പണപരമായ എല്ലാ ഇടപാടുകളും അത് റെക്കോർഡ് ചെയ്യണം. അതിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫുഡ് നോട്ടായിട്ട്, ഫുഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തതിനു ശേഷം ഏതെങ്കിലും ഐറ്റത്തിന് എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിന് ആ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതിനാണ് ഫുഡ് നോട്ട് എന്ന് പറയുന്നത്. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തതിനു ശേഷം ഏതെങ്കിലും ഐറ്റം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലോ എന്തെങ്കിലും തരത്തിലുള്ള ഐറ്റത്തിന് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നുകയാണ് ഇത് വായിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എത്ര പെട്ടെന്ന് മനസ്സിലാവാൻ സാധ്യത, അതുകൊണ്ട് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് തോന്നുകയാണെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ കൂടി താഴെ എഴുതണം. അതിനെയാണ് ഫുഡ് നോട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഫുഡ് നോട്ടും കൊടുക്കേണ്ടതാണ്. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നത് ചേഞ്ചസ് ഇൻ ദി മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി ലൈക്ക് FIFO or LIFO may be disclosed. വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്കാണ്. സ്റ്റോക്കിന്റെ വാല്യുവേഷൻ 2 മെത്തേഡുകളുണ്ട്. പിന്നീട് ഡിഗ്രി ലെവലിൽ നിങ്ങൾ പഠിക്കുന്ന 2 മെത്തേഡുകളുണ്ട്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, FIFO എന്ന് പറയും, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതുപോലെ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ളതാണ് LIFO എന്ന് പറയും, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഈ 2 മെത്തേഡുകളുണ്ട്. അത് ഏത് മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത് അത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവും. ഒരു വർഷം FIFO ഉപയോഗിക്കുന്നു, അടുത്ത വർഷം LIFOയിലേക്ക് മാറും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ മാറ്റങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതാണ്. അത് ഫുഡ് നോട്ടായിട്ട് ചെയ്യേണ്ടതാണ്. ഏറ്റവും അടിയിൽ ബാലൻസ് ഷീറ്റിന് ശേഷം എഴുതേണ്ടതാണ്. അതുകൊണ്ട് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ പറയുന്നത് എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യേണ്ടതാണ്. മെറ്റീരിയൽ ആയിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ എഴുതേണ്ടതാണ്. പരമാവധമായ എല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യണം. പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതാണെന്നുള്ളതാണ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ നമ്മളോട് പറയുന്നത്. അടുത്തത് കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. കൺസിസ്റ്റൻസി പത്താമത്തെ പ്രിൻസിപ്പിളാണ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. ഇത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മെത്തേഡുകളിൽ മാറ്റം വരുത്താൻ, അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ മാറ്റം, പോളിസീസ് പ്രാക്ടീസസ് ഒന്നും തന്നെ മാറ്റം വരുത്താൻ, ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരുത്താനായിട്ട് പാടില്ല. ഒരു വർഷം ഇങ്ങനെ ചെയ്തു, അടുത്ത വർഷം വേറെ, 3 മാസം കഴിയുമ്പോൾ വേറെ രീതിയിലേക്ക് മാറും. അങ്ങനെ പലതരത്തിലുള്ള മെത്തേഡ്സ് മാറ്റാനായിട്ട് പാടില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത, അതായത് സ്ഥിരത ഇല്ലാതെ അത് ഒഴിവാക്കാൻ വേണ്ടി സ്ഥിരമായിട്ടുള്ളൊരു പോളിസി, ഒരു മെത്തേഡ്സ്, നമ്മൾ ഓരോ അക്കൗണ്ടിങ് മെത്തേഡ്സ്, പലതരത്തിലുള്ള അക്കൗണ്ടിങ് മെത്തേഡ്സ് ഉണ്ട്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതിന്, അതുപോലെ നമ്മൾ ഇപ്പോൾ സ്റ്റോക്കിന്റെ കാര്യത്തിൽ FIFO, LIFO അങ്ങനെ മെത്തേഡുകളുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് അങ്ങോട്ടും മാറ്റി കളിക്കുക എന്ന് പറയുമ്പോൾ അത് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവും. അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഫോളോഡ് ഷുഡ് ബി യൂണിഫോം ആൻഡ്
കൺസിസ്റ്റന്റ്, യൂണിഫോം ആയിരിക്കണം, അതേപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിരിക്കണം. അപ്പം അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസ് ഒരു ബിസിനസ്സിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് പോളിസീസും അതേപോലെ പ്രാക്ടീസസും കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കണം. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് നമ്മളത് മാറ്റി മെത്തേഡ്സ് മാറ്റാനായിട്ട് പാടില്ല. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ചാർജിങ്, ഇൻവെന്ററിയുടെ വാല്യൂഷൻ, നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, 2 മെത്തേഡുകളുണ്ട്. ഈ മെത്തേഡ് അതേപോലെ തന്നെ ആവറേജ് ചെയ്യുന്ന ഒരു മെത്തേഡും. ഈ മെത്തേഡുകളൊക്കെ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ മെത്തേഡ് ഓഫ് ചാർജിങ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതിന് തന്നെ പല മെത്തേഡുകളുണ്ട്. ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ഉണ്ട്, അതേപോലെ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് എന്ന് പറഞ്ഞ 2 മെത്തേഡ്, ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, അങ്ങനെ 2 മെത്തേഡുകൾ. നമുക്ക് എന്ത് ചെയ്യാം, അത് പിന്നെയും ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു കൺസിസ്റ്റൻസി അവിടെ ഉണ്ടാകും. നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ, അക്കൗണ്ടിങ് ചെയ്യുന്ന പല മെത്തേഡുകൾ, അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന പല മെത്തേഡുകൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ അത് ഫോളോ ചെയ്യണം. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് മാറ്റാൻ പാടില്ല എന്നതാണ് പോളിസി പറയുന്നത്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള കൺസിസ്റ്റൻസി എന്നുള്ള പ്രിൻസിപ്പിൾ പറയുന്നത്. അടുത്തത് കൺവേർഷനിസം, അതായത് പ്രൂഡൻസ് പ്രിൻസിപ്പിളാണ്. പ്രൂഡൻസ് പ്രിൻസിപ്പിൾ എന്നുള്ള പേരാണ് പറയുന്നത്. കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രൂഡൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ് പ്രൂഡൻസ് പ്രിൻസിപ്പിൾ. ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ്സ് ആർ നോട്ട് ടു ബി അക്കൗണ്ടഡ് ബട്ട് ഓൺലി പോസിബിൾ ലോസസ്. ഇതാണ് പോളിസി ഓഫ് പ്ലേയിങ് സേഫ് എന്ന് പറയുന്നത്. പോളിസി ഓഫ് പ്ലേയിങ് സേഫ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. പ്രൂഡൻസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കൺസർവേറ്റിസം എന്നുള്ള പ്രിൻസിപ്പിൾ. ഇതിൽ പറയുന്ന ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ്, ഒരു പ്രോഫിറ്റ് വരാനുണ്ടെങ്കിൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട് പാടില്ല. ഒരു പ്രോഫിറ്റ് വരാൻ സാധ്യതയുണ്ട്. ഞാൻ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ലോട്ടറി ടിക്കറ്റ് എടുത്ത് 10 ലക്ഷം രൂപയുടെ ലോട്ടറി ടിക്കറ്റ് എടുത്തു. ഉടനെ തന്നെ ഞാൻ എന്തായാലും എനിക്ക് ഉറപ്പാണ് എന്തായാലും എനിക്ക് 10 ലക്ഷം രൂപ ലോട്ടറി അടിക്കുന്നുള്ള എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ബുക്ക് എടുത്തിട്ട് അത് എഴുതി 10 ലക്ഷം രൂപ അടുത്ത വെള്ളിയാഴ്ച ലോട്ടറി നറുക്കെടുക്കുന്ന സമയത്ത് 10 ലക്ഷം രൂപ എനിക്ക് ഉറപ്പായിട്ട് അടിക്കും എന്നുള്ള പറഞ്ഞ് എഴുതുന്നു. അങ്ങനെ എഴുതാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റ്. അങ്ങനെ ഒരു പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷം മാത്രം എഴുതാനായിട്ട് പാടില്ല, അല്ലാതെ നമുക്ക് ഒരിക്കലും എഴുതാൻ പാടില്ല. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഒരു ലാൻഡ് വിൽക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യും, ഒരു 1 ലക്ഷം 2 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടുന്നതിനുള്ളത് എനിക്ക് ഉറപ്പാണ്. പക്ഷെ എന്നാലും നമ്മൾ ഉറപ്പായി കഴിഞ്ഞാൽ എഴുതാൻ പാടില്ല. അത് വിറ്റിട്ട് പ്രോഫിറ്റ് നമുക്ക് കിട്ടി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എഴുതാൻ പാടുള്ളൂ. പക്ഷെ അതേസമയം തന്നെ ലോസിന്റെ കാര്യത്തിൽ നമ്മൾ അത് നേരെ ഓപ്പോസിറ്റാണ്. ഒരു ലോസ് നമുക്ക് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. അതിനുവേണ്ടി പൈസ മാറ്റി വെക്കുകയാണ്. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള ലോസ് നമുക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി നമുക്ക് കാണാം. അതായത് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് നമ്മുടെ ബിസിനസ്സിൽ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് കുറച്ച് അങ്ങനെ ഒരു ആക്സിഡന്റ് നടക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ എന്ത് ചെയ്യും, ഫയർ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു മെഷീനറി പൊട്ടിത്തെറിക്കാം, അങ്ങനെ പല ആക്സിഡന്റ്സ് ഉണ്ടാവും. അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കണ്ടിട്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ മെഷീനറി നമുക്ക് മാറ്റേണ്ടതായിട്ട്, അല്ലെങ്കിൽ മെഷീനറിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ മാറ്റേണ്ടതായിട്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കുറേശ്ശെ പൈസ മാറ്റി. അത് കംപ്ലൈന്റ് ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാതെ അതിനുവേണ്ടി കുറേശ്ശെ പൈസ മാറ്റി. ലോസസ് എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പൈസ മാറ്റി വെക്കാം. പക്ഷെ പ്രോഫിറ്റ് എന്തെങ്കിലും നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുണ്ടെങ്കിൽ അത് നമ്മൾ പ്രതീക്ഷിക്കാനേ പാടില്ല, നമ്മൾ എഴുതാനേ പാടില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, അത് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ എഴുതാൻ പാടുന്നതാണ് പ്രൂഡൻസ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഇതാണ് പോളിസി ഓഫ് പ്ലേയിങ് സേഫ്. നമുക്ക് സേഫാണ്, ഇങ്ങനെ നമ്മൾ സേഫാണ്. നമുക്ക് പൈസ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് സന്തോഷമാണ്, വലിയ സന്തോഷം. പക്ഷേ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോസ് ഉണ്ടാകുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടാവേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പൈസ കുറേശ്ശെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ആ പൈസ ഉപയോഗിക്കുകയും ചെയ്യും. എന്തെങ്കിലും തരത്തിലുള്ള ലോസ് ഉണ്ടാകും, എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ലോസസിന് വേണ്ടിയിട്ട് പൈസ മാറ്റി വെക്കണം. അതാണ് പോളിസി ഓഫ് പ്ലേയിങ് സേഫ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റ് എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ആന്റിസിപ്പേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഒരിക്കലും പൈസ മാറ്റി വെക്കാൻ പാടില്ല. എന്തെങ്കിലും തരത്തിലുള്ള ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പൈസ മാറ്റി വെക്കാം. അതെന്ത് ചെയ്യാം, ഒരു ഫയർ ഉണ്ടാവുന്നതിനാവാം, ഒരു മെഷീനറി കേടാവുന്നതിനെ കുറിച്ചാവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറേശ്ശെ പൈസ മാറ്റി വെക്കാം. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നു, ഇൻവെന്ററി ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ചെവർ ഈസ് ലോവർ. സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ്, നമുക്ക് ചിലവായ പൈസയോ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസോ, മാർക്കറ്റിൽ എന്താണ് പ്രൈസ്, അതിന്റെ ഏതാണോ അതിന്റെ ഏറ്റവും ലോവർ ആയിട്ട്,
അതേപോലെ തന്നെ എന്ത് ചെയ്യും, ഒരു ഫിക്സഡ് അസറ്റിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ മാറ്റി വെക്കും. ഫിക്സഡ് അസറ്റ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി, അതെന്തെങ്കിലും കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കുറേ പൈസ മാറ്റി വെക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രൂഡൻസ് പ്രിൻസിപ്പിളിന്റെ ഭാഗമാണ്. പക്ഷെ നമുക്ക് എന്തെങ്കിലും ആൻസിപ്പറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനുവേണ്ടി പൈസ നമ്മൾ നീക്കി വെക്കാറില്ല. അതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഇവിടെ ശ്രദ്ധിക്കുന്നത്. പ്രൂഡൻസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ പോളിസി ഓഫ് പ്ലേയിങ് സേഫ് ആണ്. ലോസസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കണ്ടിട്ട് നമ്മൾ കുറേശ്ശെ പൈസ മാറ്റി വെക്കുന്നു. പക്ഷെ അതേസമയം തന്നെ പ്രോഫിറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പോലും പ്രോഫിറ്റ് ഉണ്ടായതിനു ശേഷം മാത്രമേ ആ പൈസ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അതാണ് പോളിസി ഓഫ് പ്ലേയിങ് സേഫ് അല്ലെങ്കിൽ പ്രൂഡൻസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ് പറയുന്നത്. അടുത്ത മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ 12ാമത്തെ പ്രിൻസിപ്പിൾ ആണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ. Insignificant and immaterial facts need not be disclosed in detail. Immaterial facts, ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യം, ഫാക്ട്സ് നീഡ് നോട്ട് ബി ഡിസ്ക്ലോസ് ഇൻ ഡീറ്റെയിൽ. ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. അതായത് നമുക്ക് എന്ത് ചെയ്യുന്നു, പെട്ടെന്നൊരു പേന വാങ്ങേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഒരു പെൻസിൽ വാങ്ങേണ്ട വലിയൊരു സ്ഥാപനമാണ്, റിലയൻസ് പോലെ വലിയ സ്ഥാപനമാണ്. ഇപ്പോൾ ഇത് ഒരു പേന വാങ്ങുന്നു, പെട്ടെന്നൊരു പേനയുടെ ആവശ്യം വന്നു, നമ്മൾ എവിടെയെങ്കിലും പോവാണ്, ആ സമയത്ത് അതിന്റെ മാനേജർക്ക് ഒരു പേനയുടെ ആവശ്യം വന്നു, അതെന്ത് ചെയ്യുന്നു, അത് അയാൾ വാങ്ങും. അതും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തീരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതേണ്ട ആവശ്യം നമുക്കില്ല. ഇപ്പം സ്റ്റോക്ക് ഓഫ് പെൻസിൽ, പേപ്പർ, സ്കെയിൽ എക്സെട്ര ആർ നോട്ട് ഷോൺ ഇൻ അസറ്റ്സ്. ഇതൊക്കെ അസറ്റ്, നമ്മളെ സംബന്ധിച്ച അസറ്റാണ്. പേപ്പർ, പെൻസിൽ, സ്കെയിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അസറ്റാണ്. കാരണം കുറെ കാലത്തേക്ക് നമ്മൾ ഉപയോഗിക്കും. നമ്മളത് വിൽക്കാൻ വേണ്ടി വാങ്ങുന്നതല്ല, ഒരു ബിസിനസ്സാണ്. പക്ഷേ അത് എന്ത് ചെയ്യുന്നു, നമ്മൾ അസറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നില്ല. ആർ നോട്ട് ഷോൺ ആസ് അസറ്റ് ബട്ട് ഈസ് ട്രീറ്റഡ് ആസ് സ്റ്റേഷനറി എക്സ്പെൻസ് വെദർ കൺസ്യൂംഡ് ഓർ നോട്ട്. എക്സ്പെൻസ് ആയിട്ട്, സ്റ്റേഷനറി എക്സ്പെൻസ് ആയിട്ട് ഇത് എഴുതുന്നു. അത് കൺസ്യൂം ചെയ്താലും ഇല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ എഴുതുന്നു. ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അത്യാവശ്യം മെറ്റീരിയൽ ആണെന്ന് നമുക്ക് തോന്നുകയാണ്, ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യം മാത്രമേ ചെയ്യാൻ. തീരെ ചെറിയ കാര്യം, ഒരു സ്റ്റാപ്ലർ പിന്ന് വാങ്ങി, അതേപോലെ തന്നെ ഒരു കൊട്ടു സൂചി വാങ്ങി, ഇതൊക്കെ നമ്മൾ എഴുതാൻ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് ബുക്ക് മതിയാവില്ല. അതുപോലെ കാര്യങ്ങൾ. അതിന് പകരം സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി കൂട്ടി എഴുതാം. ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം സ്റ്റേഷനറി അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് എക്സ്പെൻസ്, നമ്മൾ ബസ്സിൽ ഓരോ പ്രാവശ്യം പോകുന്നു, അത് 10 രൂപ ടിക്കറ്റ് എടുക്കുന്നു, അതെല്ലാം കൂടി ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്തായിരിക്കും, വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, എല്ലാം കൂടി ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടി ഒരുമിച്ച് എഴുതും. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യണം. പക്ഷേ ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ളതും അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നത് എന്നുള്ളതാണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. അടുത്തത് ഒബ്ജക്റ്റിവിറ്റിയാണ്. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the figures shown in the financial statement should be have supported evidence. അപ്പം ഇവിടെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ് ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത് പ്രകാരം എല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യണം. ആ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ എവിഡൻസ് വേണം, സപ്പോർട്ടിങ് എവിഡൻസ് വേണം. സപ്പോർട്ടിങ് എവിഡൻസ് ഇല്ലാത്ത ഒരു കാര്യം നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട് പാടില്ല. അതായത് നമ്മൾ എന്ത് ചെയ്തു, ഒരു വർക്കർ വന്നിട്ട് നമ്മുടെ ഫാക്ടറിയിൽ ജോലി ചെയ്യും, വൈകുന്നേരം അയാൾക്ക് ഒരു 500 രൂപ കൊടുക്കും. ഈ 500 രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് നമ്മൾ എഴുതി വെച്ച് 500 രൂപ വേജസ് എന്ന് പറയും. പക്ഷെ അതിന് സപ്പോർട്ടിങ് എവിഡൻസ് ആയിട്ട് എന്തെങ്കിലും വേണം. അതായത് ഇയാളെ കൊണ്ട് എന്ത് ചെയ്യും, 500 രൂപ കൊടുക്കുന്ന സമയത്ത് ഒരു വൗച്ചർ, ഇതേപോലെ തന്നെ പേയ്മെന്റ് വൗച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു വൗച്ചർ സൈൻ ചെയ്തു, 500 രൂപ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് അയാളെ കൊണ്ട് സൈൻ ചെയ്തു പോകണം. അതൊരു സപ്പോർട്ടിങ് എവിഡൻസ് ആണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യും, നമ്മളൊരു എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമുക്കൊരു ബില്ല് കിട്ടും, അതൊരു എവിഡൻസ് ആണ്. അതുകൊണ്ട് അതേപോലെ തന്നെ നമുക്ക് എല്ലാത്തിനും എവിഡൻസ് വേണം. എവിഡൻസ് ഉള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എഴുതാനായിട്ട് പാടുള്ളൂ. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ എഴുതുന്നത്, എന്ത് കാര്യം എഴുതി കഴിഞ്ഞാലും അതിന് നമുക്ക് എവിഡൻസ് വേണം. ഒന്നുകിൽ ബില്ല് വേണം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വൗച്ചർ, ഇതേപോലുള്ള വൗച്ചറുകൾ ആർക്കെങ്കിലും പൈസ കൊടുക്കുകയാണെങ്കിൽ, കയ്യിൽ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ വൗച്ചർ വേണം. അല്ലെങ്കിൽ ബാങ്കിലാണെങ്കിൽ പൈസ അടയ്ക്കുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും സ്റ്റെപ്പ് കിട്ടും. അതേപോലെ തന്നെ എന്ത് കാര്യത്തിനാണെങ്കിലും അതിനെല്ലാം തന്നെ ഒരു എവിഡൻസ് കിട്ടണം. ആ എവിഡൻസ്, മെറ്റീരിയൽ എവിഡൻസ് നമ്മൾ മസ്റ്റായിട്ടും ഉണ്ടാവണം. അതിനാണ് ഇതിന്റെ ഒബ്ജക്റ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെറ്റീരിയൽ ആയിട്ടുള്ള എവിഡൻസ് നമ്മുടെ അടുത്ത് ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എവിഡൻസ് നമ്മുടെ അടുത്ത് ഉണ്ടാവണം. എന്ത് കാര്യം നമ്മൾ എഴുതി കഴിഞ്ഞാലും അതിന് സപ്പോർട്ടിംഗ് എവിഡൻസ് വേണം. ഈ സപ്പോർട്ടിംഗ് എവിഡൻസിനെല്ലാം കൂടി നമ്മൾ പറയുന്ന ഒരു പേരാണ് സോഴ്സ് ഡോക്യുമെന്റ്സ്. ഈ സോഴ്സ് ഡോക്യുമെന്റ്സ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജേണലിലേക്ക് നമ്മൾ എഴുതുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ജേണലിലേക്ക് എഴുതും. ഫൈനാൻഷ്യലി മെഷറബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ജേണലിലേക്ക് എഴുതുന്നത് സോഴ്സ് ഡോക്യുമെന്റ്സ് ആയ ബില്ല്,
വൗച്ചർ, അതേപോലെ തന്നെ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ സപ്പോർട്ടിങ് എവിഡൻസ് ഇല്ലാതെ ഒരു കാര്യവും നമ്മൾ എഴുതാനായിട്ട് പാടില്ല. നമ്മുടെ മാനേജർ നമ്മളോട് പറയുന്നു, അല്ലെങ്കിൽ ഓണർ നമ്മളോട് പറയുന്നു ഇത് എഴുതുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അയാളോട് ചോദിക്കുന്നു, ഇതിന്റെ എവിഡൻസ് എവിടെ, ഇതിന്റെ ബില്ല് എവിടെ, ഇതിന്റെ വൗച്ചർ എവിടെ, ഇത് കിട്ടിയാൽ മാത്രമേ ഞാൻ എഴുതാനായിട്ട് പാടുള്ളൂ, എഴുതാനായിട്ട് തയ്യാറുള്ളൂ എന്ന് അയാളോട് നോക്കി തന്നെ നമുക്ക് പറയാം. കാരണം എന്താ വെച്ചാൽ ഒരു ഓഡിറ്റിംഗ് വന്നു കഴിഞ്ഞ സമയത്ത് ഓഡിറ്റേഴ്സ് ആദ്യം നോക്കുന്നത് ഇതിനെല്ലാം എവിഡൻസ് ഉണ്ടോ എന്നുള്ള. ആ ഓഡിറ്റിംഗ് സമയത്ത് എവിഡൻസ് ഇല്ലെങ്കിൽ ഓണറോടല്ല ചോദിക്കുക, നമ്മളോടാണ് ചോദിക്കുക ഇതിന്റെ എവിഡൻസ് എവിടെ. ആ സമയത്ത് നമ്മൾ എവിഡൻസ് കൊടുക്കാനായിട്ട് എവിഡൻസ് നമ്മൾ കെട്ടി ഓരോ ഡേറ്റ് ഇട്ടിട്ട് കെട്ടി നമ്പർ ഇട്ട് വെക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. ആ സമയത്ത് ഈ എവിഡൻസ് അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ആര് പറഞ്ഞു കഴിഞ്ഞാലും മെറ്റീരിയൽ ആയിട്ടുള്ള എവിഡൻസ് അല്ലെങ്കിൽ സോഴ്സ് ഡോക്യുമെന്റ്സ് ഇല്ലാതെ നമ്മൾ ഒരു കാര്യവും ജേണലിലേക്ക് എഴുതാനായിട്ട് പാടില്ല. അതിന് നമ്പർ അടക്കം വേണം എഴുതാൻ, എല്ലാത്തിനും നമ്പർ അടക്കം കാര്യങ്ങളെല്ലാം ഡേറ്റും നമ്പർ എല്ലാം ഉണ്ടാവും. വൗച്ചറിനാണെങ്കിൽ ബില്ലിനാണെങ്കിൽ ആ ഡേറ്റും നമ്പറും അടക്കം വേണം നമ്മൾ ഇതിലേക്ക് എഴുതാനായിട്ട്. അപ്പം അതിന് സോഴ്സ് ഡോക്യുമെന്റ്സ് ആണ് പറയുന്നത്. ഒബ്ജക്റ്റീവിറ്റി, എന്ത് കാര്യം എഴുതി കഴിഞ്ഞാൽ മെറ്റീരിയൽ ആയിട്ടുള്ള എന്ത് കാര്യം, ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഒക്കെ നമ്മൾ എഴുതുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ എഴുതുന്നതിനെല്ലാം തന്നെ ബാക്കപ്പ് ആയിട്ടുള്ള ഫയൽസ് വേണം, എവിഡൻസ് വേണം. അതിനെ സോഴ്സ് ഡോക്യുമെന്റ്സ് എന്ന് പറയും. ബില്ല്, വൗച്ചർ ഒക്കെയാണ് സോഴ്സ് ഡോക്യുമെന്റ്സ് ആയിട്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്ന ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് കൺസെപ്റ്റിൽ വരുന്ന 13 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിൽ പ്രധാനമായിട്ടും ബിസിനസ് എൻറ്റിറ്റി, ബിസിനസ് ഓണർ സെപ്പറേറ്റ് ആണെന്നുള്ളതും, മണി മെഷർമെന്റ്, പണപരമായി എല്ലാം അളക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് മൂന്നാമത് ഗോയിങ് കൺസേൺ, ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ എ ലോങ് ടൈം എന്നുള്ളത് മൂന്നാമത്. നാലാമത്തെ അക്കൗണ്ടിങ് പീരീഡ് ആണ്. അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ ബിസിനസ് എന്ത് ചെയ്യും, ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ബിസിനസിന്റെ പ്രോഫിറ്റ് ലോസ്, അതേപോലെ ഫൈനാൻഷ്യൽ പൊസിഷൻ അളക്കണം എന്നുള്ളത്. അഞ്ചാമത്തെ കോസ്റ്റ് പ്രിൻസിപ്പിൾ ആണ്. ഒരു ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതിന് എത്രമാത്രം കോസ്റ്റ് നമുക്ക് ചിലവായി എന്നുള്ളതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്, അല്ലാതെ മാർക്കറ്റ് പ്രൈസ് അല്ല എന്നുള്ളതാണ് അഞ്ചാമത്തെ കോസ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ്. എല്ലാ ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്ട് ഉണ്ട്, ഒരു ഗീവിംഗ് ആസ്പെക്ട്, റിസീവിംഗ് ആസ്പെക്ട്. ഏത് ബിസിനസ് ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാലും അതിലെല്ലാം തന്നെ രണ്ട് ആസ്പെക്ട് അവിടെ ഉണ്ടാവും. ഒരു റിസീവിംഗ് ആസ്പെക്റ്റും ഗീവിംഗ് ആസ്പെക്ട്, ക്രെഡിറ്റ് ഡെബിറ്റ് എന്നൊക്കെ പറഞ്ഞ് രണ്ട് ആസ്പെക്ട് ഉണ്ടാവും. അപ്പൊ അടുത്തത് റവന്യൂ റെക്കഗ്നീഷൻ ആണ്. റവന്യൂ റെക്കഗ്നീഷൻ പ്രിൻസിപ്പിൾ പ്രകാരം നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് വരുന്നു, ഓണർഷിപ്പ് നമ്മൾ എടുക്കുന്ന ട്രാൻസ്ഫർ ചെയ്യുകയോ നമ്മുടെ അടുത്തേക്ക് വരികയോ ചെയ്താൽ ആ സമയത്താണ് നമ്മൾ എഴുതേണ്ടത്. അല്ലാതെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പൈസ കിട്ടിയോ പൈസ പോയോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അടുത്ത മാച്ചിങ് പ്രിൻസിപ്പിൾ ആണ്. ഒരു വർഷത്തെ ഇൻകം ആ വർഷത്തെ എക്സ്പെൻസുമായിട്ട് വേണം മാച്ച് ചെയ്യാനായിട്ട്, അല്ലാതെ നമുക്ക് വേറെ രീതിയിൽ നമ്മൾ എടുക്കാനായിട്ട് പാടില്ല. 2020 ഇൻകം കറക്റ്റായിട്ട് എടുക്കുക, 2020 തന്നെ എക്സ്പെൻസ് കൊടുക്കുക. 2020 എല്ലാ ഇൻകവും എടുക്കണം, അതേപോലെ 2020 തന്നെ എക്സ്പെൻസുമായിട്ട് അത് നമ്മൾ കമ്പയർ ചെയ്യാം. ആ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത്. അടുത്തത് ഫുൾ ഡിസ്ക്ലോഷർ ആണ്. ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് ഫുഡ് നോട്ടായിട്ട് അടിയിൽ, ബാലൻസ് ഷീറ്റിന്റെ ഏറ്റവും അടിയിലായിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെ 9ാമത്തെ പ്രിൻസിപ്പിൾ പ്രകാരം എല്ലാത്ത കാര്യങ്ങളും എഴുതണം എന്നാണ് പറയുന്നത്. 10ാമത്തത് കൺസിസ്റ്റൻസിയാണ്. നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ മെത്തേഡ്സ്, പലതരത്തിലുള്ള മെത്തേഡ്സ്, ലിഫോ എന്നൊക്കെ പറഞ്ഞ പല മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് ഒന്നും തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല. ആവശ്യം വരുന്ന സമയത്ത് ചേഞ്ച് ചെയ്യാനായിട്ട് പിന്നെ ഇടയ്ക്ക് ഇങ്ങോട്ടും മാറ്റി കളിക്കാനായിട്ട് പാടില്ല. നമുക്ക് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ ഫുൾ ഇവിടെ ഈ കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. അടുത്ത കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രൂഡൻസ് പ്രിൻസിപ്പിൾ ആണ്. പ്രൂഡൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പോളിസി ഓഫ് പ്ലേയിങ് സേഫ് ആണ്. പോളിസി ഓഫ് പ്ലേയിങ് സേഫ് ഇത് പ്രകാരം നമുക്ക് എന്ത് വെച്ച് കഴിഞ്ഞാൽ ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഒരിക്കലും തന്നെ റെക്കോർഡ് ചെയ്യാനായിട്ട് പാടില്ല. പക്ഷെ ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ലോസ് എല്ലാം തന്നെ റെക്കോർഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പൈസ നീക്കി വെക്കണം. എന്തെങ്കിലും തരത്തിൽ ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ പൈസ നീക്കി വെക്കണമെന്നാണ് ഇവിടെ പ്രൂഡൻസ് പ്രിൻസിപ്പിൾ പറയുന്നത്. പോളിസി ഓഫ് പ്ലേയിങ് സേഫ് എന്നതാണ് പറയുന്നത്. 12ാമത്തെ മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം റെക്കോർഡ് ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം റെക്കോർഡ് ചെയ്താൽ മാത്രം മതി. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് എല്ലാം കൂടി എഴുതുക. അല്ലാതെ തന്നെ എല്ലാം കൂടി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ കാര്യങ്ങളടക്കം ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് എഴുതുക. ഡീറ്റെയിൽഡ് ആയിട്ട് അത് എഴുതേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അടുത്ത 13ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഒബ്ജക്റ്റീവിറ്റിയാണ്. ഒബ്ജക്റ്റീവിറ്റി പ്രകാരം
എന്ത് കാര്യങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞാലും ജേണലിലേക്ക് എഴുതി കഴിഞ്ഞാൽ അതിനെല്ലാം തന്നെ സപ്പോർട്ടിങ് എവിഡൻസ് വേണം, സോഴ്സ് ഡോക്യുമെന്റ്സ് വേണം. ഈ സോഴ്സ് ഡോക്യുമെന്റ്സ് നോക്കി മാത്രമേ നമ്മൾ ജേണലിലേക്ക് എഴുതാൻ പാടുള്ളൂ. ആര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിൻഡോ വൗച്ചറോ അങ്ങനെ എന്തെങ്കിലും സോഴ്സ് ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എഴുതാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അടുത്തത് സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ സിസ്റ്റംസ്, ഡബിൾ എൻട്രി സിസ്റ്റം അതേപോലെ തന്നെ സിംഗിൾ എൻട്രി സിസ്റ്റം. ഈ രണ്ട് തരത്തിലുള്ള സിസ്റ്റംസ് ആണുള്ളത്. ഡബിൾ എൻട്രി സിസ്റ്റം, സിംഗിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റം എന്താ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു പോകുന്നില്ല. നമ്മൾ പിന്നീട് ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. നമ്മൾ പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞു. 13 കാര്യങ്ങളാണ്. അതിനുശേഷം ഡബിൾ എൻട്രി സിസ്റ്റം, അതേപോലെ സിംഗിൾ എൻട്രി സിസ്റ്റത്തെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അതേപോലെ തന്നെ GST ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ കംപ്ലീറ്റ്, accurate and reliable system of accounting as it record both the aspect of transaction in the books of account. നമുക്കറിയാം ഏത് ബിസിനസ് ട്രാൻസാക്ഷനിലും രണ്ട് ആസ്പെക്ട് ഉണ്ട്, ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഡബിൾ എൻട്രി സിസ്റ്റം ആകുമ്പോൾ ഈ രണ്ട് ആസ്പെക്റ്റിനെയും നമ്മൾ എഴുതും. ഡെബിറ്റ് ആസ്പെക്റ്റിനെ എഴുതുന്നു, ക്രെഡിറ്റ് ആസ്പെക്റ്റും അല്ലെങ്കിൽ ഒരു റിസീവിംഗ് ആസ്പെക്റ്റും ഒരു ഗീവിംഗ് ആസ്പെക്റ്റും എല്ലാ ട്രാൻസാക്ഷനും ഉണ്ടാകും. ഈ രണ്ട് ട്രാൻസാക്ഷനെയും നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ പറയുന്നത്. ഒരു കാര്യങ്ങൾ തന്നെ രണ്ട് പ്രാവശ്യം നമ്മൾ എഴുതും. ഇപ്പോൾ ഒരു സാലറി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി എന്നുള്ളതും എഴുതും, അതേപോലെ തന്നെ സാലറി കൊടുത്തു എന്നുള്ളതും എഴുതും. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി എന്നുള്ള കാര്യം എഴുതും, അതേപോലെ തന്നെ സാലറി നമ്മൾ കൊടുത്തു എന്നുള്ള കാര്യവും എഴുതും. സാലറി നമ്മൾ പേ ചെയ്തു, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. ഈ രണ്ട് ആസ്പെക്ട്, റിസീവിംഗ് ആസ്പെക്റ്റും ഗീവിംഗ് ആസ്പെക്റ്റും. അല്ലെങ്കിൽ മെഷീനറി വാങ്ങുന്ന സമയത്ത് മെഷീനറി നമുക്ക് ഇങ്ങോട്ട് കിട്ടിയെന്ന് എഴുതുന്നു, ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് എഴുതുന്നു. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പം ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും അല്ലെങ്കിൽ റിസീവിംഗ് ആസ്പെക്റ്റും ഗീവിംഗ് ആസ്പെക്റ്റും, ഈ രണ്ട് ആസ്പെക്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് കംപ്ലീറ്റ് അല്ലെങ്കിൽ ആക്യുറേറ്റ് ആൻഡ് റിലയബിൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഇതിനെ ഈ രീതിയിലാണ് അക്കൗണ്ടിംഗ് വർക്ക് ചെയ്യേണ്ടത്. നേരത്തെ ഉണ്ടായിരുന്ന സിംഗിൾ എൻട്രി സിസ്റ്റം ആയിരുന്നു. ഇപ്പം ഏറ്റവും പുതിയതായി നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. മസ്റ്റായിട്ടും ഇത് ഫോളോ ചെയ്യാനായിട്ട് നിർബന്ധിതരാണ്. സിംഗിൾ എൻട്രി സിസ്റ്റം ലീഗലി പെർമിസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഫേംസും ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്നു ഡബിൾ എൻട്രി സിസ്റ്റമാണ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തെ കുറിച്ച് ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നുണ്ട്, എന്താണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. അടുത്ത പ്രിൻസിപ്പിൾസ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം ആണ്. There are two aspects of every transaction, debit aspect, credit aspect. അങ്ങനെ രണ്ട് ആസ്പെക്ട്, റിസീവിംഗ് ആസ്പെക്റ്റും ഗീവിംഗ് ആസ്പെക്ട്, അങ്ങനെ രണ്ട് ആസ്പെക്ട് എല്ലാ ട്രാൻസാക്ഷനും ഉണ്ടാവുന്നതാണ് ഇവിടെ പറയുന്നത്. There are two aspects for every transaction. എന്ത് ബിസിനസ് ട്രാൻസാക്ഷൻ, നേരത്തെ ഫർണിച്ചർ വാങ്ങിയ കാര്യം ഞാൻ പറഞ്ഞു. ഫർണിച്ചർ വാങ്ങുന്നു, നമ്മുടെ ബിസിനസ്സിലേക്ക് ഫർണിച്ചർ ഇങ്ങോട്ട് വരുന്നു, അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, അതിന് പകരമായി ക്യാഷ് നമ്മൾ പോകുന്നു. അപ്പം ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും, റിസീവിംഗ് ആസ്പെക്റ്റും ഗീവിംഗ് ആസ്പെക്റ്റും. റിസീവിംഗ് ആസ്പെക്ട് എന്താണ്, ഫർണിച്ചർ ഇങ്ങോട്ട് വരുന്നു. ഗീവിംഗ് ആസ്പെക്ട് എന്താണ്, ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇപ്പൊ ഡെബിറ്റ് ആസ്പെക്ട് നീങ്ങുന്നു, ഫർണിച്ചർ ഇങ്ങോട്ട് വരുന്നു. ക്രെഡിറ്റ് ആസ്പെക്ട് ക്യാഷ് നമ്മുടെ അടുത്ത് നിന്ന് പോകുന്നു. അങ്ങനെ രണ്ട് ആസ്പെക്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. രണ്ട് ആസ്പെക്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. ബോത്ത് ദി ആസ്പെക്ട് ഷുഡ് ബി റെക്കോർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. നമ്മൾ ജേണലിൽ രണ്ട് ആസ്പെക്ടിനെയും, ഈ റിസീവിംഗ് ആസ്പെക്ടിനെയും ഗീവിംഗ് ആസ്പെക്ടിനെയും ജേണലിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. ജേണലിൽ രണ്ട് ആസ്പെക്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഫോർ എവറി ഡെബിറ്റ് there must be a corresponding credit and vice versa. ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ അതിന് ക്രെഡിറ്റ് ഉണ്ട്. കാരണം എല്ലാ ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്ട് ഉണ്ട്, ഡെബിറ്റ് ആസ്പെക്ട് ക്രെഡിറ്റ് ആസ്പെക്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ ഒരു ക്രെഡിറ്റ് ഉണ്ട്, ഒരു റിസീവിംഗ് ആസ്പെക്ട് ഉണ്ടെങ്കിൽ ഒരു ഗീവിംഗ് ആസ്പെക്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ട്രാൻസാക്ഷനും ഡെബിറ്റ് ആസ്പെക്റ്റും ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടാവുന്നത് മസ്റ്റാണ്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. എല്ലാ ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്ട് ഉണ്ട്, റിസീവിംഗ് ആസ്പെക്റ്റും ഗീവിംഗ് ആസ്പെക്ട്. ഇത് രണ്ടും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, ജേണലിലേക്ക് റെക്കോർഡ് ചെയ്യും. ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഈ രീതിയിലാണ് നമ്മൾ ഇനി കണ്ടിന്യൂ ചെയ്യുന്നത്. മൂന്നാമത്തെ ചാപ്റ്റർ തൊട്ട് നമ്മൾ ഈ രീതിയിൽ തന്നെ പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഇറ്റ്സ് നോട്ട് എ കംപ്ലീറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം under this system in some transaction both the aspects may be recorded and in some others only one aspect may be recorded. ഇതിൽ ഒരിക്കലും എല്ലാ രണ്ട് ആസ്പെക്ട്, ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും റെക്കോർഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ റിസീവിംഗ് ആസ്പെക്റ്റും ഗീവിംഗ് ആസ്പെക്റ്റും ചിലപ്പോൾ മാത്രം റെക്കോർഡ് ചെയ്യും, ചിലപ്പോൾ റെക്കോർഡ് ചെയ്യും. ഇറ്റ് ഈസ് എ മിക്സർ ഓഫ് ഡബിൾ എൻട്രി, വൺ എൻട്രി ആൻഡ് നോ എൻട്രി. ചില കാര്യത്തിൽ എഴുതുകയില്ല. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങും, നമുക്ക് പൈസ കിട്ടി, അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യും. സിംഗിൾ എൻട്രി ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നില്ല. ചിലപ്പോൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു ആസ്പെക്ട് മാത്രം റെക്കോർഡ് ചെയ്യും, ചിലപ്പോൾ എന്ത് ചെയ്യും, രണ്ട് ആസ്പെക്റ്റും റെക്കോർഡ്
റെക്കോർഡ് ചെയ്യും. അപ്പം അവർ തോന്നുന്ന പോലെ, അപ്പം നേരത്തെ നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സിംഗിൾ എൻട്രി സിസ്റ്റമാണ്. ഇപ്പോഴും പല ആൾക്കാരും സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് സയന്റിഫിക് അല്ല, അതേപോലെ തന്നെ ലീഗലി അത് അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു കംപ്ലീറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം അല്ല എന്ന് പറയാനായിട്ട് സാധിക്കും. ഇവിടെ രണ്ട് ആസ്പെക്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല, ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും റെക്കോർഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് സയന്റിഫിക് ആയിട്ടുള്ളൊരു തരം. അടുത്ത ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഒന്നാമത് ക്യാഷ് ബേസിസും അക്രൂവൽ ബേസിസും, അങ്ങനെ രണ്ട് ബേസിസ് ഉണ്ട്. നമ്മളത് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പിന്നീട് ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞു പോകുന്നത് മാത്രമേ. ക്യാഷ് ബേസിസും അക്രൂവൽ ബേസിസും, അങ്ങനെ രണ്ട് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഇവിടെ ഉണ്ട്. ക്യാഷ് ബേസിസ്. ക്യാഷ് ബേസിസിലാണെങ്കിൽ എന്താണ്? റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് മെയ്ഡ് ഓൺലി വെൻ ക്യാഷ് റിസീവ്ഡ് ഓർ പെയ്ഡ്. നമ്മൾ ഒരു കാര്യം റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് കിട്ടുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതാണ് ക്യാഷ് ബേസിസ് എന്ന് പറയുന്നത്. നമുക്ക് ക്യാഷ് കിട്ടുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ ചെയ്യുമ്പോൾ മാത്രമേ അത് റെക്കോർഡ് ചെയ്യുള്ളൂ. അങ്ങനെ അതിനെയാണ് ക്യാഷ് ബേസിസ് ഓഫ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, sit and payment account of non-profit organization. ഇവിടെ ക്യാഷ് നമുക്ക് കിട്ടുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ബുക്കിൽ എഴുതുള്ളൂ. നമുക്ക് തരാൻ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് കടമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും റെക്കോർഡ് ചെയ്യുന്നില്ല. ക്യാഷ് ബേസിസിലാണ്. നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടാൻ നമ്മൾ റെക്കോർഡ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ക്യാഷ് ബേസിസിലാണ്. അക്രൂവൽ ബേസിസിലാണെങ്കിലോ, അക്രൂവൽ ബേസിൽ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ ദി സെയിം പീരീഡ് വെദർ പെയ്ഡ് ഓർ നോട്ട്. പൈസ നമുക്ക് കിട്ടിയോ കിട്ടിയില്ലെന്ന് നോക്കുന്നില്ല. ഓണർഷിപ്പ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ, പ്രൊഡക്റ്റിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ ആ സംഭവം നടക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. അതായത് സാലറി, ഡിസംബർ മാസത്തിലെ സാലറി ജനുവരിയിലാണെങ്കിൽ നമ്മൾ പേ ചെയ്യുന്നതെങ്കിൽ കൂടി നമ്മൾ ഡിസംബറിലെ കണക്കിൽ അത് ഉൾപ്പെടുത്തും. കാരണം ഡിസംബറിലാണ് അയാൾ വർക്ക് ചെയ്തത്. അതാണ് അക്രൂവൽ ബേസ്. അയാൾ എപ്പോഴാണോ വർക്ക് ചെയ്തത് ആ മാസമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അയാൾക്ക് പൈസ കൊടുക്കുന്നത് ജനുവരിയിലായിരിക്കും. അപ്പം ക്യാഷ് ബേസിസിലാണെങ്കിൽ ജനുവരിയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അക്രൂവൽ ബേസിസിലാണെങ്കിൽ എന്ത് ചെയ്യും? അത് ഡിസംബറിൽ തന്നെ റെക്കോർഡ് ചെയ്യും. നമ്മൾ അക്രൂവൽ ബേസിസിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് പ്രകാരം അയാൾക്ക് സാലറി കൊടുക്കുന്നത് ജനുവരിയിലാണെങ്കിൽ പോലും നമ്മൾ അയാൾ വർക്ക് ചെയ്തത് ഡിസംബറിലാണ്. അതുകൊണ്ട് തന്നെ ഡിസംബറിലെ സാലറിയാണ് ജനുവരി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസംബറിലെ കണക്കിൽ അയാൾക്ക് സാലറി കൊടുത്തതായി സാലറി കൊടുക്കാനുള്ളതായി രേഖപ്പെടുത്തേണ്ടതാണ് അക്രൂവൽ ബേസ്. അതേപോലെ തന്നെ നമ്മൾ കടമായിട്ട് സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് നമ്മൾ എഴുതുന്നു. അതേപോലെ കടമായ സാധനങ്ങൾ എന്തെങ്കിലും അസറ്റോ, ഫിക്സഡ് അസറ്റോ അല്ലെങ്കിൽ ഗുഡ്സോ എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ പോലും അത് എപ്പോഴാണോ നമുക്ക് കിട്ടുന്നത് ആ സമയത്ത് നമ്മൾ അത് റെക്കോർഡ് ചെയ്യണം. അക്രൂവൽ ബേസിസിലാണ്. പക്ഷെ മറ്റേതാകുമ്പോൾ ക്യാഷ് കൊടുക്കുന്ന സമയത്താണ് നോക്കുന്നത്. ഇവിടെ അക്രൂവൽ ബേസിസ്, നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മുടെ ഓണർഷിപ്പ് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടോ ആ സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അക്രൂവൽ ബേസിസും അതേപോലെ തന്നെ ക്യാഷ് ബേസ്. ഏറ്റവും നല്ല എക്സാമ്പിൾ ഇതാണ്. ഡിസംബർ മാസത്തെ സാലറി ജനുവരിയിലാണ് കൊടുക്കുന്നത്. ജനുവരിയിൽ തന്നെ അത് റെക്കോർഡ് ചെയ്യുകയാണ്. ജനുവരിയിൽ ക്യാഷ് കൊടുക്കുന്നു, ജനുവരിയിൽ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അത് ക്യാഷ് ബേസിസും. അത് ഡിസംബർ മാസത്തിലെ സാലറിയാണ്. ഡിസംബർ മാസത്തിലെ സാലറി ആയതുകൊണ്ട് തന്നെ അത് ഡിസംബർ മാസത്തിൽ തന്നെ അത് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ, പൈസ കൊടുത്തത് ജനുവരി ആണെങ്കിൽ പോലും ഡിസംബർ മാസത്തിലേക്ക് കൊണ്ടുവന്നിട്ട് പൈസ കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതുന്നുണ്ടെങ്കിൽ അത് അക്രൂവൽ ബേസിസിലാണ്. അങ്ങനെ രണ്ട് മെത്തേഡാണ് ഇവിടെ. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് യൂണിഫോം അക്കൗണ്ടിംഗ് റൂൾസ് ആൻഡ് ഗൈഡ്ലൈൻസ് ഓർ പ്രാക്ടീസ് ഫോർ preparing uniform financial statement. Accounting standards. It cannot override the provisions of applicable laws, customs, usage and business environment in the country. Accounting standard എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പൊതുവായി നേരത്തെ തന്നെ ഒരു രാജ്യത്തിന് മുഴുവനായിട്ടും ഒരേപോലെ തന്നെ അക്കൗണ്ടൻസ് എല്ലാം തന്നെ ബിഹേവ് ചെയ്യാനായിട്ടും അവരുടെ അക്കൗണ്ട്സ് എല്ലാം എഴുതുന്ന ഒരേപോലെ ആകാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. വലിയൊരു കട്ടിയുള്ള ബുക്കാണ്. ഇതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതായത് നമ്മൾ CA പഠിക്കുന്ന സമയത്ത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെ ബുക്ക് പഠിക്കും. വലിയൊരു ബുക്കാണ്. അത് ആണ് റെഫർ ചെയ്യേണ്ടത്. നമ്മുടെ ആധികാരികമായ ബുക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. അത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് കാര്യം എഴുതാനായിട്ട്. നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അതിന് പുറമെ എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ എന്താണോ പറയുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡാണ് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ബന്ധുതരാണ്. ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഒരു റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ്. നമ്മൾ അക്കൗണ്ടൻസിനെ സംബന്ധിച്ചിടത്തോളം റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ്. എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെ കുറിച്ചും എങ്ങനെ ഓരോ സിറ്റുവേഷനിലും എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ടത്, എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ഇൻഫർമേഷൻ തരുന്ന ഒരു
സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് നോക്കാം. ബ്രിങ് യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ടിങ് പോളിസീസ്. അക്കൗണ്ടിങ് പോളിസീസ് ഓരോ ബിസിനസിന്റെയും പല ബിസിനസ്സുകൾ രാജ്യത്തെ ഇഷ്ടംപോലെ ബിസിനസ്സുകളുണ്ട്. അപ്പം ഈ ബിസിനസ്സുകളിലെ എല്ലാം തന്നെ അക്കൗണ്ടിങ് പോളിസീസിന്റെ ഒരു യൂണിഫോമിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് ഒന്നാമത്തെ ഒരു ലക്ഷ്യമായിട്ട് പറയാം. ടു എലിമിനേറ്റ് നോൺ കമ്പാരബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. പല ബിസിനസ്സുകളുടെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ കമ്പയർ ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളായിട്ടുള്ള ബാലൻസ് ഷീറ്റും അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒക്കെ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കണം. ഈ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അത് ഉറപ്പുവരുത്തുക എന്നുള്ളത് കൂടി ഇതിന്റെ ഒബ്ജക്റ്റീവാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ ഒബ്ജക്റ്റീവാണ്. ടു എൻഹാൻസ് റിലയബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടാകും. ഇതിന്റെ യൂസേഴ്സ് കുറെ പേരുണ്ട്. ഈ യൂസേഴ്സിന് ഇതിൽ ഒരു വിശ്വാസം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരമായിരിക്കണം എല്ലാ ബിസിനസ്സുകാരും അത് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ യൂസേഴ്സിന് ഇതിൽ വിശ്വാസം ഉണ്ടാവാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. യൂണിഫോമിറ്റി ഉണ്ടാകുക, അതേപോലെ തന്നെ കമ്പാരബിലിറ്റി. പല ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളും തമ്മിൽ കമ്പാരബിലിറ്റി ഉണ്ടാവുക, അതേപോലെ തന്നെ ആൾക്കാർക്ക് ഇതിനെ റിലയബിലിറ്റി ഉണ്ടാവുക, ഇവരുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ റിലയബിലിറ്റി ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. അടുത്തത് ഇതിന്റെ ബെനിഫിറ്റ്സ് ആണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ ബെനിഫിറ്റ് എന്ന് ഹെൽപ്പ് ടു എലിമിനേറ്റ് വേരിയേഷൻസ് ഇൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഇൻ ഡിഫറെന്റ് ഓർഗനൈസേഷൻ. പല ബിസിനസ് ഓർഗനൈസേഷനും പലതരത്തിലുള്ള വേരിയേഷൻസ് ഉണ്ടാവും. പലതരത്തിലുള്ള അക്കൗണ്ടിങ് മെത്തേഡ്സ് ഉപയോഗിക്കും. പലതരത്തിലുള്ള പോളിസീസ് റൂൾസ് ഒക്കെ ഉപയോഗിക്കും. ഓരോ മെത്തേഡ്സ് ഓരോ ബിസിനസ് അങ്ങനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. എലിമിനേറ്റ് വേരിയേഷൻസ്. ഇങ്ങനെ വേരിയേഷൻസ് ഒഴിവാക്കുക. ഓരോ സ്ഥാപനത്തിലും ഓരോ രീതിയിലുള്ള മെത്തേഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും. അങ്ങനെയുള്ള വേരിയേഷൻസ് ഒക്കെ ഒഴിവാക്കുക എന്നുള്ളത് ഒന്നാമത്തത് ബെനിഫിറ്റ് ആണ്. രണ്ടാമത്തെ ഇറ്റ് മേ കോൾ ഫോർ ഡിസ്ക്ലോഷർ ഓഫ് സർട്ടൻ ഇൻഫർമേഷൻ which are not to be required by law, which are useful in general public, investors and creditors. എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യാനുള്ളത് ലോ പ്രകാരം അത് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പോലും അത് ജനറൽ പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ച് അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സിന് അവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം തന്നെ ഡിസ്ക്ലോസ് ചെയ്യാൻ വെളിപ്പെടുത്തുക. ബിസിനസിനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുക എന്നുള്ളത് കൂടി അവരുടെ ഉദ്ദേശമാണ്. അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റ് കമ്പാരബിലിറ്റി ബിറ്റ്വീൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻട്രാ കമ്പനിക്കുള്ളിൽ തന്നെ കമ്പനിയുടെ തന്നെ കഴിഞ്ഞ വർഷത്തെ ഇൻഫർമേഷനുമായിട്ട് കമ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതേപോലുള്ള മറ്റു കമ്പനികളുടെ ഇൻഫർമേഷനുമായിട്ട് കമ്പാരബിലിറ്റി ഇതിന്റെ ബെനിഫിറ്റാണ്. മൂന്ന് ബെനിഫിറ്റാണ് കാര്യമായിട്ട് പറയുന്നത്. ഇത്തരത്തിലുള്ള വേരിയേഷൻസ് ഒഴിവാക്കുക. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ പറയുന്നത്. എലിമിനേറ്റ് വേരിയേഷൻസ് ഒഴിവാക്കുക, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യുക, അതേപോലെ തന്നെ കമ്പാരബിലിറ്റി ഇൻഷുർ ചെയ്യാൻ. ലിമിറ്റേഷൻസ് ഉണ്ട്, കുറച്ച് ലിമിറ്റേഷൻസ് കൂടി ഉണ്ട്. പെട്ടെന്ന് പറഞ്ഞു പോകുന്നതുകൊണ്ടൊന്നും വിചാരിക്കേണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലിമിറ്റേഷന്റെ ക്ലാസ് വരുന്നുണ്ട്. തിയറി ഏരിയ ആണ്. അതേപോലെ തന്നെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇതിന്റെ പിന്നീട് റിവിഷൻ മറ്റു കാര്യങ്ങളൊക്കെ വരും. തിയറി ഏരിയ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, കൂടുതലായിട്ട് അതിന് സമയം എടുക്കുന്നുണ്ട്. കൂടുതലായിട്ട് ഇത് പെട്ടെന്ന് പറഞ്ഞു പോകുന്ന അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല, എന്നാൽ വായിച്ചു നോക്കാവുന്നതാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മേ ചോയ്സ് ബിറ്റ്വീൻ ഡിഫറെന്റ് ലിമിറ്റേഷൻ ആയിട്ട് പറഞ്ഞു. ആൾട്ടർനേറ്റീവ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഫോർ ദി സെയിം ഐറ്റം. ദിസ് മേ കോസ് ഇൻഫർമേഷൻ ഇൻകംപ്ലീറ്റ്. ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ തന്നെ പലതരത്തിലുള്ള ചോയ്സ് കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞ ഒന്ന് രണ്ട് ചോയ്സ്. ഇപ്പൊ ഡിപ്രീസിയേഷൻ ആണെങ്കിൽ തന്നെ രണ്ട് മെത്തേഡ് പറഞ്ഞു. അതുപോലെ തന്നെ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ ലിഫോ എന്നൊക്കെ പറഞ്ഞ രണ്ട് മെത്തേഡ്. അപ്പൊ ചോയ്സ് കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ ആകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ കമ്പാരബിലിറ്റി കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. It is rigidly followed and fails to extend flexibility in applying accounting standards. Rigid ആയിട്ട് ഇത് തന്നെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ആൾക്കാരോട് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് cannot override the statute. ഒരു നിയമപ്രകാരം ഒരു രാജ്യത്തിന്റെ നിയമത്തെ അതിനെ ഓവർറൈഡ് ചെയ്യാനായിട്ട് സാധിക്കും, അതിനെ മറികടക്കാനായിട്ട് സാധിക്കും. ലിമിറ്റേഷൻസ് ആയിട്ടൊക്കെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയുന്നത്. ആപ്ലിക്കബിലിറ്റി. Accounting standards are applicable to the following type of organizations. എല്ലാ ഓർഗനൈസേഷനും ആപ്ലിക്കബിൾ ആണ്. പിന്നെ അതിന് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ പറയുന്നു മാത്രമേ ഉള്ളൂ. എല്ലാ ഓർഗനൈസേഷനും തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആപ്ലിക്കബിൾ ആണ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്
ബിസിനസ്, പാർട്ണർഷിപ്പ്, രണ്ടോ അതിലധികം ആൾക്കാർ കൂടി നടത്തുന്ന ബിസിനസ് ആണെങ്കിൽ അത്, സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്, ട്രസ്റ്റ് ആയിട്ട് നടത്തുന്നതാണ്, ഹിന്ദു അൺഡിവൈഡ് ഫാമിലി, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബിസിനസ് നിങ്ങൾ പഠിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി, കമ്പനി, ഇവരൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അപ്ലിക്കബിൾ ആണ്. തൽക്കാലം ഇത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചത് ഇനിയുള്ള IFRS എന്നുള്ള നാഷണൽ ഫൈനാൻഷ്യൽ റെക്കോർഡിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതും അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഏകദേശം ഈ ചാപ്റ്റർ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. GST എന്നുള്ളൊരു പോർഷനാണ് ഇനിയുള്ളത്. അതേപോലെ IFRS എന്നുള്ളതുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കവർ ചെയ്യാം. എന്തായാലും നോട്ടും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കി വെക്കുക. ഞാൻ അയക്കാനായിട്ട് പറയുന്ന സമയത്തേക്ക് റെഡിയാക്കി വെക്കുക. അത് അയക്കാനായിട്ട് പറയുന്ന സമയത്ത് ഒരു ദിവസം മാത്രമേ ഉണ്ടാവൂ. ആ ദിവസം ഇത് മുഴുവനായിട്ട് നോട്ടും കൂടി അയക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നോട്ട് കറക്റ്റായിട്ട് തന്നെ